ഹായ് ഫ്രണ്ട്സ്, ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്, അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഫ്രഷറായിട്ട് ജോലിക്ക് കയറണമെങ്കിൽ അവിടെ എന്തൊക്കെ റോള് അല്ലെങ്കിൽ ജോബ് പൊസിഷൻസ് നോർമലി ഉണ്ടാവാം, അല്ലെങ്കിൽ അപ്പോൾ അതിന് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചൊരു കാര്യമാണ്, അവർക്ക് എന്താണ് പഠിക്കേണ്ടത്, ഒരു ജോലി കിട്ടണമെങ്കിൽ എന്തൊക്കെ അറിയണം എന്നുള്ള ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് പൂർണ്ണമായും ഫ്രഷേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ പറയാത്ത ജോബ് വേക്കൻസീസും പല തരത്തിലുള്ളത് IT കമ്പനിയിൽ ഉണ്ടാവാം. നമ്മൾ മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം കാറ്റഗറീസാണ്. അതായത് ഒന്ന് വെബ് ഡെവലപ്പർ അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്പർ, 2 ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, 3 ഒരു ഡിസൈനർ, 4 ഒരു മൊബൈൽ ഡെവലപ്പർ, 5 ടെസ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നും അതിലെന്തൊക്കെ പഠിക്കണം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് വെബ് അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്പറാണ്. അപ്പോൾ ആ ബാക്ക് എൻഡ് ഡെവലപ്പർ ആവണമെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻസ്, നമ്മളിവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ അതിലുള്ള ഇത്രയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് നമുക്കുള്ളത്. ഒന്ന് പൈത്തൺ ആണ്, 2 PHP ആണ്, 3 ജാവ. പക്ഷേ കൂടുതലും യൂസ് ചെയ്യുന്നത് MNCസിലാണ്, അതായത് മൾട്ടിനാഷണൽ കമ്പനീസിലാണ്. പക്ഷേ അല്ലാത്ത കമ്പനീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും കൂടുതലും കണ്ടുവരുന്നത് MNCസിലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഡോട്ട് നെറ്റും കൂടുതൽ യൂസ് ചെയ്യുന്നത് MNCസിലാണ്. പിന്നെ അടുത്ത ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ Node.js, അതെന്താണെന്ന് നമ്മൾ പറയും. പിന്നെ റൂബി എന്ന് പറയുന്ന ലാംഗ്വേജാണ്. ഇത് കൂടാതെ പുതിയതായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു ലാംഗ്വേജാണ്, അതായത് റീസെൻ്റ്ലി പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജാണ് ഗോലാങ് എന്ന് പറയുന്നത്. അത് ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജാണ്, ഇപ്പോഴത്തെ ഗൂഗിൾ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ലാംഗ്വേജാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു വെബ് ഡെവലപ്പർ ആണെങ്കിൽ ജനറലി എന്തൊക്കെ പഠിക്കണം എന്നുള്ള ആണ് പറയുന്നത്. ഇത് മാത്രം എന്നുള്ളതല്ല, ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് മിനിമം ഇതെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് മെയിനായിട്ട് ചൂസ് ചെയ്യാം. ഇത് ബാക്ക് എൻഡ് ലാംഗ്വേജ്, അതായത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ പൈത്തൺ, ജാവ, .NET, ജാവാസ്ക്രിപ്റ്റ്, റൂബി, ഗോലാങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് മെയിനായിട്ട് ചൂസ് ചെയ്യാം. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗോലാങ് എന്ന് പറയുന്ന ലാംഗ്വേജിന് പ്രസൻറ്റ് ജോബ് വേക്കൻസീസ് കുറവാണ്. ബാംഗ്ലൂരൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ, ഇവിടെയും യൂസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അത്ര ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര പോപ്പുലർ അല്ല ഗോലാങ്. പക്ഷെ അത് ഇനി പോപ്പുലർ ആവാൻ സാധ്യതയുള്ള ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തെന്നുള്ളൂ. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് മെയിനായിട്ട് ഇപ്പോൾ ഏത് ലാംഗ്വേജ് ചൂസ് ചെയ്താലും ബേസിക്കായിട്ടുള്ളത് HTML, ഫ്രണ്ട് എൻഡ് ജാവാസ്ക്രിപ്റ്റ്, ബേസിക്കായിട്ടുള്ള കുറച്ച് CSS. ഇത് നിങ്ങളൊരു ഡെവലപ്പർ എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്, ഒരു ഡിസൈനർ എന്ന നിലയ്ക്കല്ല. അത് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ HTML, ജാവാസ്ക്രിപ്റ്റ്, CSS ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു ഡാറ്റാബേസ്, ഇപ്പോൾ ഡാറ്റാബേസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറയാം. നമ്മൾ ഡാറ്റ പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പല ഡാറ്റാബേസസ് അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒന്നാണ് MySQL, പോസ്റ്റ്ഗ്രസ്, പിന്നെ ഉള്ളത് MS SQL ആണ്. MS SQL മൈക്രോസോഫ്റ്റിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾ .NET പഠിക്കുകയാണെങ്കിൽ മാത്രം മെയിനായിട്ട് പഠിക്കേണ്ട കാര്യമുള്ളൂ, കാരണം ഒരു വിൻഡോസ് എൻവയോൺമെൻറ്റിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് MongoDB എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഡാറ്റാബേസ്, ഇപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക MySQL ആണ്. കാരണം കമ്പാരിറ്റീവ്ലി പഠിക്കാൻ കുറച്ച് എളുപ്പമുള്ള ഒരു ഡാറ്റാബേസാണ് MySQL. പിന്നെ അത് കൂടാതെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജിലെ ഏതെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക്, ഞാനിവിടെ കൊടുത്തേക്കുന്നത് വൺ ഓർ മോർ പോപ്പുലർ ഫ്രെയിംവർക്ക് ഇൻ ദ സെലക്റ്റഡ് ലാംഗ്വേജ്. അപ്പോൾ ഒരു ഫ്രെയിംവർക്ക് പഠിക്കണം. പിന്നെ കുറച്ച് കൺസെപ്റ്റ്സ്, അതായത് റെസ്റ്റ് API എന്താണ്, അജാക്സ് എന്താണ്, ഒരു വെബ് അല്ലെങ്കിൽ ഒരു വെബ് സെർവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡീപ്പായിട്ട് പഠിക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ ഈ കൺസെപ്റ്റൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബേസിക് ലിനക്സ് നോളജാണ്. നിങ്ങൾ .NET ചൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം .NET കൂടുതലും വിൻഡോസ് ഒരു എൻവയോൺമെൻറ്റിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ .NET ലിനക്സിലും .NET കോർ എന്ന് പറയുന്നത് ലിനക്സിലും റൺ ആവും, പക്ഷേ എങ്കിലും കൂടുതലും മൈക്രോസോഫ്റ്റ് എൻവയോൺമെൻറ്റിലാണ് അത് യൂസ് ചെയ്യുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കമ്പനീസ് കൂടുതലും യൂസ് ചെയ്യുന്ന ലിനക്സ് ആണ്. കാരണം ലിനക്സ് ഫ്രീ ആണ്. അതുമാത്രമല്ല സെർവേഴ്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ലിനക്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ ആമസോണിൻ്റെയൊക്കെ ക്ലൗഡ് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെയൊക്കെ ക്ലൗഡ് നോക്കി അതിൻ്റെയൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കൂടുതലും ലിനക്സ് ബേസ് ആണ്. അപ്പോൾ ലിനക്സ് ബേസിക്കലി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയണം. ലിനക്സിൻ്റെ കമാൻഡ് ലൈൻ എങ്ങനെ, കുറച്ച് കമാൻഡ്സ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് അറിയണം. പിന്നെ ബേസിക് നോളജ് ഓഫ് ജിറ്റ്. ജിറ്റ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറയാം. ഇതൊരു ജസ്റ്റ് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ള ഒരു രീതിക്കാണ് ഈ വീഡിയോ, അല്ലാതെ ഈ ജിറ്റിൻ്റെയോ ഇതിൻ്റെയോ ട്യൂട്ടോറിയൽ അല്ല. അപ്പോൾ ജിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോഡ് നമ്മൾ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കോഡ് വേർഷൻ കൺട്രോളിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ജിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഏത് ലാംഗ്വേജ് ചൂസ് ചെയ്താലും നിങ്ങൾക്കത് ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയും തന്നെ അത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബേസിക്കായിട്ടുള്ള ജിറ്റും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഓരോ ലാംഗ്വേജ് ബേസിക്കായിട്ട് നോക്കാം. ലാംഗ്വേജ് സ്പെസിഫിക്കായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്നത് പൈത്തണിൽ വെബ് ഡെവലപ്പറാണ്. നിങ്ങൾ പൈത്തണാണ് പ്രൈമറി നിങ്ങളുടെ ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം കോർ പൈത്തൺ പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരിക്കലും ആദ്യം തന്നെ ഫ്രെയിംവർക്ക് പഠിക്കാൻ ശ്രമിക്കരുത്. മര്യാദയ്ക്ക് ലാംഗ്വേജ് അറിയാത്ത വെറുതെ ചാടിക്കയറി ഫ്രെയിംവർക്ക് പഠിക്കാൻ നിൽക്കരുത്. ആദ്യം കോർ ലാംഗ്വേജ് മനസ്സിലാക്കാൻ നല്ല രീതി, അതിന് കുറച്ച് സമയം കൂടുതലെടുത്താലും കുഴപ്പമില്ല, പക്ഷേ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള HTML, ജാവാസ്ക്രിപ്റ്റ്, CSS, jQuery എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ്. അപ്പോൾ അത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റാബേസ് പറഞ്ഞ് ചൂസ് ചെയ്യാം. പിന്നെ പൈത്തണിലുള്ള രണ്ട് പോപ്പുലർ ആയിട്ടുള്ള ഫ്രെയിംവർക്കാണ്. ഒന്ന് ജാങ്കോ എന്നതും രണ്ടാമത്തത് ഫ്ലാസ്ക് എന്നതും. ജാങ്കോ കുറച്ച് ഹെവി ഫ്രെയിംവർക്കാണ്. പറയുകയാണെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഹെവി ഫ്രെയിംവർക്കാണ് ജാങ്കോ ആക്ച്വലി, പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ജാങ്കോ പഠിക്കാം, അല്ലെങ്കിൽ ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഒരു വളരെ മിനിമലായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ഫ്രെയിംവർക്കാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം പഠിക്കുക. അത് ഫ്രെയിംവർക്ക് പഠിക്കുന്നതിന് മുമ്പ് എപ്പോഴും കോർ ലാംഗ്വേജ് ഒരു പഠിച്ചൊരു കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം ഫ്രെയിംവർക്ക് പഠിക്കാൻ തുടങ്ങുക. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോൾ റെസ്യൂമിൽ ഒന്നല്ലെങ്കിൽ 2 പ്രൊജക്റ്റെങ്കിലും നമുക്ക് കാണിക്കാനായിട്ട് ഉണ്ടാവണം നിങ്ങൾ സ്വയമായിട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഇതൊക്കെ ഈ ബാക്കി പറയുന്ന കാര്യങ്ങൾ, അതായത് ലിനക്സിൻ്റെ കാര്യവും ജിറ്റിൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഞാനതിവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അത് എല്ലാ ലാംഗ്വേജ് ഏത് പഠിച്ചാലും അത് ആപ്ലിക്കബിൾ ആണ്. ഇത് എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രഷർ എന്നുള്ള കൺസെപ്റ്റിലാണ് പറയുന്നത്. നമുക്ക് പഠിക്കുക എന്നുള്ള കണ്ടിന്യൂസ്ലി പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ സ്ഥിരം പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ ഒരു ബേസിക്കലി ഒരു ഫ്രഷറായിട്ട് കയറുമ്പോൾ വേണ്ട ഒരു മിനിമം കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. പിന്നെ ഇത് ഞാനൊരു ആവറേജ് ടൈം പറഞ്ഞേക്കുന്നതാണ്. നിങ്ങൾ ഡെയിലി ഒരു 2 മണിക്കൂർ
ഇത് ചെയ്ത് നോക്കുവാണെങ്കിൽ ജസ്റ്റ് കണ്ട് നോക്കിയോണ്ടോ വായിച്ച് നോക്കിയോണ്ടോ കാര്യമില്ല. നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്നിട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു 2 to 3 മാസം കൊണ്ടത് പഠിച്ചെടുക്കാവുന്നതാണ്. ഇത് മാത്രമല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ ലാംഗ്വേജസും നമുക്ക് ഏകദേശം ഈ ഒരു സമയം തന്നെ മതി. നമ്മളത് പക്ഷേ കണ്ടിന്യൂസ്ലി ചെയ്താൽ മാത്രമേ നമുക്കത് ആ ഒരു സമയത്ത് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഓപ്ഷണലാണ്, ഞാനിവിടെ മെൻഷൻ ചെയ്തതെന്നുള്ളൂ. ആംഗുലാർ അല്ലെങ്കിൽ റിയാക്ട് ഇത് ഫ്രണ്ട് ആൻഡ് ഫ്രെയിം വർക്കാണ്. അപ്പോൾ ബിഗിനർ എന്ന നിലയ്ക്ക് ഞാൻ ഒരിക്കലും ആംഗുലർ റെക്കമെൻഡ് ചെയ്യില്ല. റിയാക്ട് ആണ് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പം. ഇനി നമുക്ക് അടുത്ത ലാംഗ്വേജ് നോക്കാം. ഇപ്പം ഇത് എന്ന് പറയുന്നത് ജാവയാണ്. ജാവ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ പോലെ ജാവ കൂടുതലും യൂസ് ചെയ്യുന്നത് MNCs ആണ്. അതായത് വലിയ വലിയ കമ്പനീസാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അല്ലാത്ത കമ്പനീസ് യൂസ് ചെയ്യുന്നില്ല എന്നല്ല, യൂസ് ചെയ്യുന്ന കമ്പനീസൊക്കെ ഉണ്ട്. അപ്പോൾ MNCസിൽ കൂടുതലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ബിടെക് മസ്റ്റാണ്. അപ്പോൾ ജാവ പഠിക്കാൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കണം. ചെറിയ കമ്പനീസ് വന്ന് ചിലപ്പോൾ ഒരു ഡിഗ്രി ഒരു മസ്റ്റ് ഒന്നല്ല, പക്ഷേ MNCസിലൊക്കെ അവരുടെ പോളിസീസ് പ്രകാരം ഒരു ബിടെക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിഗ്രി ഇല്ലാത്തവർക്ക് ജോലി കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം നോക്കേണ്ടതാണ്. ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ കോർ ജാവയാണ് ലാംഗ്വേജ്. പിന്നെ ഡാറ്റാബേസും ബാക്കി കാര്യങ്ങളും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. ജാവയിലുള്ള മെയിൻ വെബ് ഓറിയൻറ്റഡ് 2 ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഒന്ന് സ്പ്രിങ്ങും 2 ഹിബർനേറ്റ് എന്ന് പറയുന്ന ഫ്രെയിം വർക്കാണ്. ഇതിൽ ഈ സ്പ്രിങ് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് വളരെ നല്ലൊരു ഫ്രെയിം വർക്കാണ്. ബാക്കിയുള്ള ലാംഗ്വേജിലെ ഫ്രെയിം വർക്ക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫ്രെയിം വർക്കാണ്. പക്ഷേ ഈ ജാവ എന്ന് പറയുന്ന ലാംഗ്വേജും ഈ ഫ്രെയിം വർക്കും മറ്റുള്ള പൈത്തനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ പഠിക്കാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമല്ല, കുറച്ചും കൂടി പാടാണ്. അത് പഠിക്കാൻ ഒട്ടും പറ്റില്ല എന്നും അങ്ങനെയൊന്നല്ല പറയുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി പൈത്തനൊക്കെ പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എഫേർട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ജാവ ഒന്ന് പഠിച്ചെടുക്കാനായിട്ട്. പക്ഷേ ജാവ കൂടുതലും MNCs യൂസ് ചെയ്യുന്നതുകൊണ്ടും കൂടുതൽ നമുക്ക് പുറത്തേക്കൊക്കെ പോകണമെങ്കിലൊക്കെ ജാവ ശരിക്കും നല്ലൊരു ഓപ്ഷനാണ്. വേൾഡ് വൈഡ് ശരിക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് ജാവ. അപ്പോൾ ഇതിലും ഈ ലിനക്സ് നോളജും ജിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കോമൺ ആണ്. ഞാൻ ഇതിനകത്ത് എല്ലാത്തിലും മെൻഷൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ജാവ ചൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു പേജിൽ തന്നെ എല്ലാം നിങ്ങൾ കണ്ടോട്ട് എന്ന് എടുത്തിട്ടാണ്. ഇതിലും നിങ്ങളൊരു 1 അല്ലെങ്കിൽ 2 പ്രൊജക്ട്സ് ചെയ്യാവുന്നതാണ്. ഈ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ പ്രൊജക്ട്സ് ആയിരിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ആ ചെയ്യുന്ന പ്രൊജക്ട്സിൽ നിങ്ങൾ ചില കൺസെപ്റ്റ്സ്, അതായത് ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ടുണ്ടാവണം, ഒരു ലോഗിൻ സിസ്റ്റം വേണം, അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റ്സ് നിങ്ങളതിൽ ഉണ്ടായിരിക്കണം. ഇപ്പം അങ്ങനത്തെ പ്രൊജക്ട്സ് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഈ പ്രൊജക്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനിയുള്ള പല വീഡിയോകളിലും ഇങ്ങനെ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇതിലും നമ്മൾ വച്ചേക്കുന്ന ടൈം എന്ന് പറയുന്നത് 2 to 3 മാസമാണ്. ഇത് നമ്മൾ വെച്ചേക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ സെൽഫ് ലേണിംഗ് ആണ്. അത് യൂട്യൂബ് ട്യൂട്ടോറിയലൊക്കെ നോക്കി നിങ്ങൾ സെൽഫ് ലേൺ ചെയ്യുവാണെങ്കിൽ ഉള്ള ഒരു ടൈമാണ് വെച്ചേക്കുന്നത്. അല്ലാണ്ട് എവിടെയെങ്കിലും പോയി പഠിക്കുന്ന ആണെങ്കിലുള്ള ഒരു രീതിക്കല്ല. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് ലാംഗ്വേജ് ഒറ്റയടിക്ക് പഠിക്കാൻ നോക്കരുത്. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നന്നായി പഠിക്കുക, അതിനുശേഷം മാത്രം അടുത്തതിലേക്ക് മൂവ് ചെയ്യുക. പിന്നെ ഈ ഓപ്ഷനിൽ വെച്ചേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആംഗുലാറും റിയാക്റ്റും തന്നെയാണ്. പിന്നെ അടുത്ത ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ PHP ആണ്. PHPയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ്. പക്ഷെ കൂടുതലും ചെറിയ കമ്പനീസാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി ഒരു ജോലി ചാൻസ് ഉള്ള ഒരു ലാംഗ്വേജാണ് PHP. പക്ഷേ MNCs ഒക്കെ യൂസ് ചെയ്യുന്നേ ഇല്ല, ഓൾമോസ്റ്റ് കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ലാറവൽ ഈ ഒരു ഫ്രെയിം വർക്ക് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി വലിയ കമ്പനീസ് അധികം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഡാറ്റാബേസിൻ്റെ കാര്യം HTML CSS ഇതൊക്കെ സെയിം തന്നെയാണ്. PHP കമ്പാരിറ്റീവ്ലി ജോലി കിട്ടാൻ എളുപ്പവും പഠിക്കാനും കുറച്ച് ജാവയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എളുപ്പമുള്ളൊരു ലാംഗ്വേജാണ്.
ഇതിൽ ഉള്ള 2 പോപ്പുലർ ഫ്രെയിംവർക്സ് ആണ്. ഒന്ന് ലാറവൽ, 2 കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ഫ്രെയിംവർക്സ് ഇത് കൂടാതെ ഒരുപാടുണ്ട്. YI എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് ഉണ്ട്, സിംഫണി എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് ഉണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഏറ്റവും പോപ്പുലർ ഫ്രെയിംവർക്ക് ലാറവലാണ്. പിന്നെ അതുപോലെ ഇതിൽ നമുക്ക് മറ്റൊന്ന് പഠിക്കാവുന്നതെന്ന് പറഞ്ഞാൽ കണ്ടന്റ് മാനേജിങ് സിസ്റ്റംസ് ആണ്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് വേർഡ്പ്രസ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സിസ്റ്റമാണ് ദ്രുപാൽ എന്ന് പറയുന്നത്. ദ്രുപാൽ ഞാനൊരിക്കലും ബിഗിനർ ലെവലിൽ റെക്കമെൻഡ് ചെയ്യില്ല. ദ്രുപാൽ ആക്ച്വലി വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു നല്ലൊരു CMS ആണ്. പക്ഷേ ഒരു ആസ് എ ബിഗിനർ പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. പിന്നെ ഇതിലും നിങ്ങൾക്ക് പ്രൊജക്ട്സ് രണ്ടെണ്ണമെങ്കിലും ചെയ്യണം. ഞാനൊരു 2 എണ്ണമാണ് ഞാനിപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. 1 അല്ലെങ്കിൽ 2 മിനിമം. പിന്നെ ലിനക്സ്, ജെറ്റ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക. ബാക്കിയെല്ലാം നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ടൈമും ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്കും. എന്ന് പറയുന്നത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റിന് മാത്രം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒരു ഓൾറൗണ്ടർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ജാവാസ്ക്രിപ്റ്റ് വെച്ച് നമുക്ക് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്, ഇത് ബ്രൗസറിലുള്ള ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാം. ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് Node.js വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ മൊബൈൽ ഡെവലപ്മെൻറ്റ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യാൻ പറ്റും. അത് ജാവാസ്ക്രിപ്റ്റിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. വേറെ ഒരു ലാംഗ്വേജിനും ആ ഒരു പോസിബിലിറ്റി ഇല്ല. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മെയിൻ കോർ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുക. പിന്നെ ബാക്ക് എൻഡിന് വേണ്ടി Node.js, അതും ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം തന്നെയാണ്. ഇത് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ്. അതായത് ക്രോമിൻ്റെ V8 എഞ്ചിനിൽ ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ഗൂഗിൾ ഫ്രീ ആയിട്ട് ഓപ്പൺ സോഴ്സ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ HTML-ഉം ബാക്കി ഡാറ്റാബേസൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ തന്നെ ഇത് സെയിം കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് Express.js. ഈ Express.js ആണ് ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ Node.jsൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ സെയിം ആണ്. ഇനി നമുക്ക് അടുത്ത ലാംഗ്വേജ് നോക്കാം. ഇത് .NET ആണ്. .NET എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ടെക്നോളജീസ് ആണ്. അപ്പോൾ ഇത് ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്. ഇതിൽ മെയിൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് C# ആണ്, അല്ലെങ്കിൽ C# എന്ന് പറയാം. അതാണ് മെയിൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ നമുക്ക് വെബ് ഡെവലപ്പർ എന്ന നിലയ്ക്ക് നമുക്ക് HTML-ഉം കാര്യങ്ങളൊക്കെ പഠിക്കണം. കൂടാതെ ഡാറ്റാബേസിൽ മൈക്രോസോഫ്റ്റിൻ്റെതായിട്ടുള്ള തന്നെ .NET-ൻ്റെ ഡാറ്റാബേസ് ഉണ്ട്, MS SQL, മൈക്രോസോഫ്റ്റ് SQL എന്ന് പറയുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്ത് വന്നിട്ട് REST APIs-നൊക്കെ യൂസ് ചെയ്യുന്നത് പലരും ഇപ്പോൾ MongoDBയും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മെയിൻ പ്രൈമറി ഡാറ്റാബേസ് എന്ന് പറയുന്നത് MS SQL തന്നെയാണ്. പിന്നെ ഫ്രെയിംവർക്ക് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് അവരുടെ .NET Core എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് ഓപ്പൺ സോഴ്സ് ആക്കിയിട്ടുണ്ട്. ഇത്രയും നാളും നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ വിൻഡോസിൽ മാത്രമേ റൺ ആവുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ .NET Core അത് ഫ്രീ ആണ്. അത് ലിനക്സിലും മാക്കിലും ഒക്കെ റൺ ആവുന്നതാണ്. അപ്പോൾ .NET ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. വിൻഡോസിലെ കമാൻഡ് ലൈൻ ഒക്കെ യൂസ് ചെയ്യാൻ പഠിക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ, വിൻഡോസ് റിലേറ്റഡ് കാര്യങ്ങളാണ് കൂടുതലും പഠിക്കേണ്ടത്. അപ്പോൾ ഇതിലും നമുക്ക് ഫ്രണ്ട് എൻഡ് ആക്ച്വലി ജാവാസ്ക്രിപ്റ്റ് മാത്രമേ നമുക്ക് അറ്റ് പ്രസൻറ്റ് ഓപ്ഷനുള്ളൂ. കാരണം ബ്രൗസറിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് മാത്രമേ ബ്രൗസറിൽ വർക്ക് ആവുള്ളൂ. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ നമുക്ക് വേണമെങ്കിൽ റിയാക്ട് അല്ലെങ്കിൽ ആംഗുലാർ പഠിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ലാംഗ്വേജ് എന്ന് പറയുന്നത് റൂബിയാണ്. റൂബി ആക്ച്വലി വളരെ നല്ലൊരു ലാംഗ്വേജ് ആണ്. പക്ഷേ അറ്റ് പ്രസൻറ്റ് റൂബിയുടെ പോപ്പുലാരിറ്റി ഡിക്ലൈനിങ് ആണ്, അഥവാ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉള്ള ഒരു മെയിൻ നല്ല ഫ്രെയിംവർക്ക് എന്ന് വേണമെങ്കിൽ പറയാം റൂബി ഓൺ റെയിൽസ് ആണ്. ഈ റൂബി ഓൺ റെയിൽസിലാണ് ആക്ച്വലി ട്വിറ്ററൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്.
ഒരുപാട് നല്ല സൈറ്റ്സ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള പല സൈറ്റ്സും റൂബിയിലാണ് ഇനീഷ്യലി ഡെവലപ്പ് ചെയ്തിരുന്നത്. ഇപ്പോൾ ആക്ച്വലി നമ്മൾ പി എച്ച് പിയിലെ ലാറവൽ എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് പറഞ്ഞപ്പോൾ, ഈ ലാറവൽ എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് വന്നത് തന്നെ റൂബി ഓൺ റെയിൽസിൻ്റെ ആക്ച്വലി കോപ്പിയാണ് ലാറവൽ. റൂബിയുടെ അതേ സ്ട്രക്ചറിലാണ് ലാറവൽ ബിൽഡ് ചെയ്തേക്കുന്നത്. MVC എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ആദ്യം കൊണ്ടുവന്നത് തന്നെ ജാവയിൽ പോലും അത് ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. റൂബി ഓൺ റെയിൽസിലെ ആ ഒരു സ്ട്രക്ചറാണ് ബാക്കി ഫ്രെയിംവർക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ജോബ് വേക്കൻസീസ് PHPയുടെ ഒക്കെ കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറവാണ്. പക്ഷേ സ്റ്റിൽ ബാംഗ്ലൂരൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് കമ്പനീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കോഡ് അക്കാഡമി എന്നൊക്കെ പറഞ്ഞ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ബിൽഡ് ചെയ്തേക്കുന്നത് റൂബിയിലാണ്, റെയിൽസിലാണ്. പിന്നെ ജിറ്റ് ഹബ് അങ്ങനത്തെ സൈറ്റൊക്കെ ബിൽഡ് ചെയ്തേക്കുന്നത് റൂബിയിലാണ്. ഇതിലും മെയിനായിട്ട് ഫ്രെയിംവർക്ക് പഠിക്കേണ്ടത് റൂബി ഓൺ റെയിൽസ് ആണ്. പിന്നെ ഡാറ്റാബേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റെയിൽസിൽ മെയിനായിട്ട് എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഡാറ്റാബേസ് എന്ന് പറയുന്നത് പോസ്റ്റ്ഗ്രസ് ആണ്, MySQLനേക്കാൾ. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും, പക്ഷേ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പോസ്റ്റ്ഗ്രസ് ആണ്. പോസ്റ്റ്ഗ്രസ് ആക്ച്വലി MySQLനേക്കാളൊക്കെ വളരെ നല്ലൊരു ഡാറ്റാബേസ് ആണ്, പക്ഷേ ഫീച്ചർ വൈസ് വളരെ നല്ലതാണ്. പക്ഷേ ഇനി ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് പഠിക്കാൻ കുറച്ചും കൂടി ടഫാണ്. നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തത് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോലാങ് ആണ്. ഇത് അറ്റ് പ്രസൻറ്റ് അത്ര പോപ്പുലർ അല്ല, ജോബ് വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ഇൻ ഫ്യൂച്ചർ മേ ബി ഒരു 3 കൊല്ലം ഉള്ളത് ചിലപ്പോൾ ബാക്ക് എൻഡിൽ ലാംഗ്വേജസിൽ നമ്പർ 1 ആകാൻ ചാൻസ് ഉള്ള ഒരു ലാംഗ്വേജാണിത്. ഇത് ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജാണ്. ഗൂഗിളിൻ്റെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ജാവയിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ അവർ ഈ ലാംഗ്വേജിൽ വെച്ച് റീപ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സിൻടാക്സ് വളരെ മിനിമൽ സിൻടാക്സ് ആണ്, ഹൈ പെർഫോമൻസ് ആണ്. നമ്മളിതുവരെ പറഞ്ഞ ഏത് ലാംഗ്വേജിനേക്കാളും പെർഫോമൻസ് വളരെ കൂടുതലാണ് ഈ ഗോലാങ് എന്ന് പറയുന്നത്. നമുക്കിതിനെ വേണമെങ്കിൽ 21st സെഞ്ച്വറിയിലെ C ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കോർ ലൈബ്രറീസ് അല്ലെങ്കിൽ ലാംഗ്വേജിലുള്ള ലൈബ്രറീസ് വെച്ച് തന്നെ ഓൾമോസ്റ്റ് എന്ത് കാര്യം വേണമെങ്കിലും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾ ബിഗിനർ എന്ന നിലയ്ക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ ഇത് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. കാരണം നല്ല പല കമ്പനീസും ഇതിപ്പോൾ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങി, പുറത്തൊക്കെ ഓൾമോസ്റ്റ് ആയി. ഇത് റീപ്ലേസ് ചെയ്യുന്ന ലാംഗ്വേജസ് എന്ന് പറയുന്നത് PHP, Node.js എന്നീ ലാംഗ്വേജിനെയൊക്കെ പല കമ്പനീസിലും റീപ്ലേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഗോലാങ് യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബാക്കി കാര്യങ്ങളെല്ലാം സെയിമാണ്, ആംഗുലാറിനും റിയാക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറാണ്. ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പല കമ്പനീസിലും, വലിയ കമ്പനീസിലാണ് കൂടുതലായിട്ടുള്ളൂ. മറ്റ് പല ചെറിയ കമ്പനീസൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും മിക്കവാറും ചിലപ്പോൾ ഒരാൾ തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ ചില കമ്പനീസിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് പറയുന്ന പോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനൊരു പോസ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ HTML-ഉം CSS-ഉം JavaScript-ഉമാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. പക്ഷേ അത് കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. അതായത് CSS-ൽ ലെസ് സാസ് എന്ന് പറയുന്ന CSS നമ്മൾ ലൈബ്രറീസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ലൈബ്രറീസ് നമ്മൾ പഠിക്കണം. പിന്നെ മസ്റ്റായിട്ടും പഠിക്കുന്നത് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ്, അതായത് മൊബൈലിലും നമ്മുടെ വെബ്സൈറ്റ് ഡിസൈൻ ബ്രേക്ക് ആവാതെ എങ്ങനെ നമുക്ക് HTML, CSS യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ്. അത് മസ്റ്റായിട്ടും പഠിക്കണം. പിന്നെ ഒരുപാട് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറീസ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള ആ ലൈബ്രറീസ് അറിഞ്ഞിരിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക്, ആംഗുലാർ അല്ലെങ്കിൽ റിയാക്റ്റ് അല്ലെങ്കിൽ Vue.js, ഇതിലേതെങ്കിലും ഒരെണ്ണവും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റാബേസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, പ്യുവർലി ഫ്രണ്ട് എൻഡ് ആണ്
ഇഷ്ടമെങ്കിൽ ഇങ്ങനത്തെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് പറയുന്ന പോസ്റ്റ് നോക്കാവുന്നതാണ്. എല്ലാ കമ്പനിയിലൊന്നും ഉള്ളൊരു പോസ്റ്റ് അല്ല അത്. പക്ഷേ ചില കമ്പനീസ് ഇപ്പോൾ ഉണ്ട്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡെവലപ്പേഴ്സും ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഡിസൈനറാണ്. ഡിസൈനർ എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ഈ പറയുന്ന HTML, CSS, JavaScript ആ ഒരു കാറ്റഗറിയും വരാം. പ്ലസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് അറിയേണ്ടതായിട്ട് വരും. പിന്നെ ഒരു ഫോട്ടോഷോപ്പ് ഡിസൈനിനെ HTML-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ കോറൽ ഡ്രോ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ അങ്ങനത്തെ വെക്ടർ സോഫ്റ്റ്വെയർസ് അറിഞ്ഞിരിക്കണം. അത് കൂടുതലും ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചില കമ്പനീസിലൊക്കെ ഡിസൈനേഴ്സ് ഫോട്ടോഷോപ്പിൽ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിൽ ആ ഡിസൈൻസ് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ചില കമ്പനീസിൽ ഞാൻ കണ്ടേക്കുന്നതെന്ന് വെച്ചാൽ അവർ HTML-ഉം കൂടി അറിയുന്നവരായിരിക്കും. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്, അത് കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അത് ഒരു നമുക്ക് ഈ സെറ്റ് ഓഫ് ടൂൾസ് മാത്രമാണെന്നില്ല. അതായത് ഓരോ കമ്പനിയിലും ഓരോ രീതിയിലാണ് അത് വരുന്നത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മൊബൈൽ ഡെവലപ്പറാണ്. മൊബൈൽ ഡെവലപ്പർ പ്രസൻറ്റ് നമുക്ക് ആൻഡ്രോയിഡും iOS-ഉം ആണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ആൻഡ്രോയിഡ് നോക്കാം. അപ്പോൾ ആൻഡ്രോയിഡിൽ മെയിനായിട്ട് ഉള്ള ലാംഗ്വേജസ്, പഠിക്കേണ്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ജാവ, കോട്ട്ലിൻ, ജാവാസ്ക്രിപ്റ്റ്, ഡാർട്ട്. ഇത് എല്ലാം കൂടി പഠിക്കേണ്ട, മെയിനായിട്ട് ഏതെങ്കിലും ഒരു ലാംഗ്വേജാണ് ഫോക്കസ് ചെയ്താൽ മതി. പക്ഷേ ഒരു കോർ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ജാവയും കോട്ട്ലിനുമാണ്. പിന്നെ അതിലുള്ള ഫ്രെയിംവർക്ക്സ് എന്ന് പറയുന്നത് റിയാക്ട് നേറ്റീവ്, ഫ്ലട്ടർ. ഈ ഫ്ലട്ടർ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു ഫ്രെയിംവർക്കാണ്. റിയാക്ട് നേറ്റീവ് ഫേസ്ബുക്കിൻ്റെ ഫ്രെയിംവർക്കാണ്. ഫേസ്ബുക്കിൻ്റെ മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് റിയാക്ട് നേറ്റീവിലാണ്. പിന്നെ അതുപോലെ ഫേസ്ബുക്കിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയാക്ട് എന്ന് പറഞ്ഞ ഫ്രെയിംവർക്കിലാണ്. പക്ഷേ ആൻഡ്രോയിഡിലെ ഒഫീഷ്യൽ ഗൂഗിൾ സപ്പോർട്ട് ചെയ്യുന്ന ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ജാവയും കോട്ട്ലിനുമാണ്. ഒഫീഷ്യൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണ്. ഇത് വിൻഡോസിലും ലിനക്സിലും മാക്കിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ജാവ അല്ലെങ്കിൽ കോട്ട്ലിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് മാത്രമേ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഈ റിയാക്ട് നേറ്റീവ് അല്ലെങ്കിൽ ഫ്ലട്ടർ എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഒരു കോഡ് ബേസിൽ തന്നെ നമുക്ക് ഈ ആപ്പിനെ ആൻഡ്രോയിഡിലേക്കും iOS-ലേക്കും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾ ഒരു തവണ ഒരു കോഡ് എഴുതിയാൽ മതി, ആ കോഡ് തന്നെ ആൻഡ്രോയിഡ് ആപ്പിലും iOS ആപ്പിലും വർക്ക് ചെയ്യുന്നതാണ്. അതാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ റിയാക്ട് നേറ്റീവും ഫ്ലട്ടറും ഇപ്പോൾ നല്ല രീതിയിൽ പോപ്പുലറായിട്ട് വരുന്നതാണ്. കാരണം നമുക്ക് ശരിക്കും രണ്ട് ഡെവലപ്പറുണ്ട്, ഒരു ആൻഡ്രോയിഡ് ഡെവലപ്പറിൻ്റെയും iOS ഡെവലപ്പറിൻ്റെയും ആവശ്യമില്ല. പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ വലിയ ആപ്ലിക്കേഷൻസ് പലരും സ്റ്റിൽ പ്രിഫർ ചെയ്യുന്നത് ഈ കോർ ലാംഗ്വേജിൽ അല്ലെങ്കിൽ നേറ്റീവ് ലാംഗ്വേജ് തന്നെയാണ്. കാരണം ഈ രണ്ട് ലാംഗ്വേജാണ് ഒഫീഷ്യലി ആൻഡ്രോയിഡ് സപ്പോർട്ടഡ് ലാംഗ്വേജസ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഫ്ലട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഡാർട്ടാണ്. പക്ഷേ ഫ്ലട്ടർ ഗൂഗിളിൻ്റെ തന്നെയാണ്. അപ്പോൾ അതും ഇപ്പോൾ ഒഫീഷ്യലി സപ്പോർട്ടഡ് ഒക്കെ തന്നെയാണ്. പക്ഷേ അത് അത്ര പോപ്പുലറായിട്ടില്ല, പോപ്പുലറായി വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജാവ കോട്ട്ലിൻ മാത്രം പഠിച്ചിട്ട് ആൻഡ്രോയിഡിലേക്ക് പോവാം, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഡാർട്ടോ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ്, അതായത് രണ്ടിലും ഉള്ള രീതിയിൽ ആൻഡ്രോയിഡും iOS-ഉം ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു മൊബൈൽ ഡെവലപ്പർ ആവാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ iOS ആണ്. ഈ iOS-ൽ വരുന്ന ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റും ജാവാസ്ക്രിപ്റ്റും ഡാർട്ടും. അപ്പോൾ ഫ്രെയിംവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയാക്ട് നേറ്റീവും ഫ്ലട്ടറും. കാരണം ഇത് രണ്ടും നമുക്ക് ആൻഡ്രോയിഡിലും iOS-ലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആപ്പിളിൻ്റെ ഒഫീഷ്യലി സപ്പോർട്ടഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്വിഫ്റ്റ് ആണ്. അപ്പോൾ മെയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും സ്വിഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ടൂൾ, ഡെവലപ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത് എക്സ്കോഡ്,
iOSൻ്റെ ആപ്പിളിൻ്റെ തന്നെ ടൂളാണത്. അതിലാണ് നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് റിയാക്ട് നേറ്റീവോ ഫ്ലട്ടറോ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊരു എഡിറ്ററിലും ചെയ്യാവുന്നതാണ്. നമ്മൾ ഫൈനലി ആപ്പിൻ്റെ ബിൽഡ് എടുക്കുന്ന ഒരു സ്റ്റേജിൽ മാത്രം ആണ് നമ്മൾ കോഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ iOS ഡെവലപ്മെൻറ്റിന് ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ iOS ഡെവലപ്മെൻറ്റ് സ്വിഫ്റ്റിലാണ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് മസ്റ്റായിട്ടൊരു iOS സിസ്റ്റം വേണം. അപ്പോൾ സിസ്റ്റം കമ്പാരിറ്റീവ്ലി മറ്റുള്ള സിസ്റ്റം അപേക്ഷിച്ച് വില വളരെ കൂടുതലാണ്. അപ്പോൾ അത് iOS ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഡ്രോബാക്കാണ്. നമുക്ക് ആദ്യമായിട്ട് പഠിക്കണമെങ്കിൽ iOSൻ്റെ ഒരു ആപ്പിളിൻ്റെ സിസ്റ്റം തന്നെ വേണം. എന്നാലേ നമുക്കൊരു ബിൽഡ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലൈവായിട്ട് അവരുടെ ആപ്പ് സ്റ്റോറിലേക്ക് ഇടണമെങ്കിലോ ഈ ഒരു iOS മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇതിനെല്ലാത്തിനും ഞാൻ ഇട്ടേക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 മാസം തന്നെയാണ്. കാരണം നമുക്ക് ആ ഒരു ടൈം മതി ജനറലി ആസ് എ ഫ്രഷർ കൺസെപ്റ്റ്സൊക്കെ പഠിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ഫൈനൽ ഇതാണ്, ടെസ്റ്ററാണ്. അപ്പോൾ ടെസ്റ്റർ നമുക്ക് ടെസ്റ്റിങ് 2 രീതിയിലാണുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മാനുവൽ ടെസ്റ്റിംഗ് ആണ്. മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പ്രത്യേകിച്ച് ടൂൾസോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. മെയിൻ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സ് ബിൽഡ് ചെയ്ത ആപ്ലിക്കേഷൻസിൽ എന്തൊക്കെ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടുതലും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ പല കമ്പനികളിലും ടെസ്റ്റേഴ്സാണ് ക്ലയൻസൊക്കെ ആയിട്ട് കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിനേക്കാളും കൂടുതലും. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉള്ളത് വളരെ നല്ലതാണ്. പിന്നെ മാനുവൽ ടെസ്റ്റിങ് ഇപ്പോൾ ചെറിയ കമ്പനീസിലൊക്കെ കൂടുതലും മാനുവൽ ടെസ്റ്റിംഗ് തന്നെയാണ്. പക്ഷേ നല്ല കമ്പനീസ് അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് കമ്പനീസിലൊക്കെ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോഡ് എഴുതി തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പല ടൂൾസ് അല്ലെങ്കിൽ ഫ്രെയിം വർക്ക്സ് ഒക്കെ ഉണ്ട്. സെലീനിയം എന്നൊക്കെ പറഞ്ഞത് ഒരു എക്സാമ്പിളാണ്. അത് ജാവയിലുള്ളൊരു ടൂളാണ്. നമുക്ക് ആപ്ലിക്കേഷൻ കോഡ് എഴുതി തന്നെ ടെസ്റ്റ് ചെയ്യാം. ആ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഓരോ ഫങ്ഷണാലിറ്റി ആ സെലീനിയം പറഞ്ഞ ഡ്രൈവർ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ളത് തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൻ്റെ ലൈബ്രറി യൂസ് ചെയ്യാം. ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ബ്രൗസർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടെസ്റ്റിംഗ് നടത്തുന്നതാണ്. നമ്മളിപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ലോഗിൻ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനുള്ള കോഡ് ഈ ക്രോം പപ്പറ്റർ എന്ന് പറയുന്ന ലൈബ്രറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ബ്രൗസർ സ്റ്റാർട്ട് ചെയ്ത് അതിൽ യൂസർ നെയിം പാസ്വേഡ് അങ്ങനെ ഇൻപുട്ട് കൊടുത്ത് ലോഗിൻ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ചെയ്യിക്കുന്നതാണ്. ആ രീതിയിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതിലും നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു കൺക്ലൂഷനാണ് നമ്മൾ പറഞ്ഞതിൻ്റെ. നിങ്ങൾ എനിക്ക് പറയാനുള്ള മെയിനായിട്ട് നിങ്ങൾ ആരും പറഞ്ഞിട്ട് ചാടിക്കയറി ഒന്നും ഡിസൈഡ് ചെയ്യില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മെയിനായിട്ട് എനിക്ക് പറയാനുള്ള 3 കാര്യമാണ്. ഒന്ന്, നിങ്ങളിപ്പോൾ ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പടം വരയ്ക്കാനൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനിങ് നല്ലതൊരു ഓപ്ഷനായിരിക്കും. പിന്നെ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു ലോജിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ഇഷ്ടമുള്ള ആളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ എളുപ്പം പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് നല്ലതായിരിക്കും. എനിക്ക് ഈ മോളിൽ പറഞ്ഞ 2 പേരും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റിങ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ ഇത് സ്ലൈഡ് ഫുൾ കണ്ടതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഇതിൽ പറയാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ പറയാത്തതായിട്ടുള്ള ഒരുപാട് ഫ്രെയിം വർക്ക്സും ടൂൾസും ഉണ്ടായിരിക്കാം. ഇത് നമ്മൾ പറഞ്ഞത് ജനറലി യൂസ് ചെയ്യുന്ന കുറേ ഫ്രെയിം വർക്ക്സ് ആണ്. പക്ഷേ ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളും ഇതിൽ ഉണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇത് നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹമുള്ള പല ആൾക്കാർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.